എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. ഞാൻ വീണ്ടും ഒരു കഥയുമായി വന്നിരിക്കുകയാണ്. ഒരു ഗുണപാഠ കഥയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണം. അപ്പോൾ നമുക്ക് കഥയിലോട്ട് കിടക്കാം. ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ പ്രജകളെയും സഭയിലുള്ള പണ്ഡിതന്മാരെയും ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ ഉദ്ദേശിച്ചാണ്. എൻ്റെ കയ്യിൽ വളരെ വിലപിടിപ്പുള്ള വജ്രങ്ങൾ പതിച്ച ഒരു മോതിരമുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് വാങ്ങിയതാണ്. ഈ മോതിരം എൻ്റെ കാലശേഷം എൻ്റെ പിൻഗാമിക്ക് കൈമാറാനുള്ളതാണ്. എന്നാൽ ഞാൻ ഈ മോതിരത്തിൽ ഒരു നല്ല സന്ദേശം ആലേഖനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് ആ മോതിരത്തിൻ്റെ വജ്രങ്ങൾക്കടിയിലായിരിക്കണം. അത് സൂക്ഷിച്ചു വെക്കാൻ. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴോ പ്രതിസന്ധി വരുമ്പോഴോ ആ മോതിരത്തിനകത്തുനിന്ന് ആ സന്ദേശം എടുത്ത് വായിച്ചാൽ അയാൾക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കണം ആ സന്ദേശം. 3 വാക്കിൽ കൂടുതലാകാൻ പാടില്ല. കാരണം ആ മോതിരത്തിൻ്റെ വജ്രത്തിൻ്റെ അടിയിൽ സൂക്ഷിച്ചു വെക്കേണ്ടതല്ലേ, അപ്പോൾ അത്രയേ ആകാവുള്ളതിന്. സഭയിലുള്ള പണ്ഡിതന്മാരും ഒക്കെ വളരെ ജ്ഞാനികളാണ്. അതുപോലെ പ്രജകളാണേലും വളരെ ബുദ്ധിമാന്മാരായ പ്രജകളാണ്. എന്നാൽ രാജാവിൻ്റെ ഈ സന്ദേശം കേട്ട് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും വളരെ നേരം ആലോചിച്ചു. അവരുടെ ബുദ്ധിയൊന്നും ഉദിക്കുന്നില്ല. കാരണം അവർക്ക് വലിയൊരു സന്ദേശം നൽകാനാകും, നീണ്ട ഒരു സന്ദേശം എഴുതാൻ അവർക്കാകും. പക്ഷേ 3 വാക്കിലുള്ള ഒരു സന്ദേശം എഴുതാൻ അവർക്ക് ആർക്കും സാധിക്കുന്നില്ല. അവരെല്ലാവരും മിണ്ടാതെ മൗനമായിട്ടിരിക്കുക. തലപകഞ്ഞ് ആലോചിക്കുന്നുണ്ടോ പലരും. പക്ഷേ ആർക്കും ഈ 3 വാക്കിലുള്ള സന്ദേശം എങ്ങനെ എഴുതും? ഒരു വലിയ നീണ്ട സന്ദേശം എഴുതാൻ അവർക്കൊക്കെ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും ചെറിയ സന്ദേശം എഴുതാൻ അവർക്ക് സാധിക്കാത്തതുകൊണ്ട് അവരെല്ലാവരും താഴോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ രാജാവിന് മനസ്സിലായി ഇവർക്ക് ആർക്കും സാധിക്കുന്നില്ല എന്ന്. അദ്ദേഹത്തിനും വലിയ വിഷമവും നിരാശയൊക്കെ തോന്നി. അദ്ദേഹം അവരോട് പറഞ്ഞു, ഞാൻ അല്പം വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ മുറിയിലേക്ക് മടങ്ങിപ്പോയി. തൻ്റെ മുറിയിൽ ചെന്നപ്പം അവിടെ തൻ്റെ പഴയ പരിചാരകനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ അമ്മ, രാജാവിൻ്റെ അമ്മ വളരെ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അതിനുശേഷം രാജാവിനെ വളർത്തിയതും പരിചരിച്ചതും എല്ലാം രാജാവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന ആ ഭൃത്യനാണ്. രാജാവിന് അദ്ദേഹത്തിനോട് വളരെ ബഹുമാനവുമാണ്. അദ്ദേഹത്തിനെ കണ്ടു തൻ്റെ മുറിയിൽ. അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു ആ കാര്യം പറഞ്ഞു, ഇങ്ങനെ വജ്രത്തിൻ്റെ അടിയിൽ വെക്കാനായിട്ടൊരു നല്ല സന്ദേശം വേണം എന്ന് രാജാവ് അദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വലിയ അറിവുള്ളവനോ ജ്ഞാനിയോ പഠിപ്പുള്ളവനോ ഒന്നുമല്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു സന്ദേശം നൽകാൻ അറിയത്തില്ല. എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം. പണ്ട് വളരെ 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 പണ്ട് അങ്ങയുടെ പിതാവ് ക്ഷണിച്ചു വരുത്തിയ ഒരു വലിയ യോഗി ഇവിടെ വന്നിരുന്നു. അദ്ദേഹം എൻ്റെ അടുക്കൽ ഒരു സന്ദേശം പറഞ്ഞു. ആ സന്ദേശം അങ്ങേക്ക് ഉപകരിക്കും. ഞാനത് ഒരു കടലാസിൽ എഴുതി തരാം. പക്ഷേ ഒരു കാര്യം, ഇത് വായിച്ചു നോക്കാൻ പാടില്ല. ഇത് വായിച്ചു നോക്കാൻ പാടില്ല. ഈ സന്ദേശം അങ്ങ് ആ വജ്രത്തിൻ്റെ അടിയിലായിട്ട് സൂക്ഷിച്ചു വെക്കണം. തുറന്നു നോക്കാൻ പാടില്ല. രാജാവ് സമ്മതിച്ചു. രാജാവിന് വളരെ സ്നേഹമുള്ള ഭൃത്യനാണ്. അദ്ദേഹം നൽകുന്ന സന്ദേശം എന്തായാലും തന്നെ വളർത്തി വലുതാക്കിയ ആ ഭൃത്യൻ നൽകുന്ന സന്ദേശം വലുതായിരിക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ എഴുതി തന്നാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഭൃത്യൻ ആ സന്ദേശം എഴുതി രാജാവിൻ്റെ കയ്യിൽ കൊടുത്തു. രാജാവ് ആ വജ്രമോതിരത്തിൻ്റെ അടിയിൽ ആ സന്ദേശം സൂക്ഷിച്ചു വെച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം ആ രാജ്യത്തേക്ക്, അയൽ രാജ്യത്തെ രാജാവ് യുദ്ധത്തിനായി സൈന്യങ്ങളെ അയച്ചു. കുറച്ചു നേരമൊക്കെ രാജാവ് ആ സൈന്യങ്ങളുമായി വളരെ നേരം പോരാടി. പക്ഷേ താൻ തോക്കും എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ രാജാവ് അവിടെ നിന്നും നല്ല ഒരു കുതിരയുടെ പുറത്ത് കയറി അവിടുന്ന് പലായനം അവിടുന്ന് അപ്രത്യക്ഷനായി. രാജാവ് എങ്ങനെയോ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. പക്ഷേ പുറകെ സൈന്യങ്ങളും, രാജാവ് ഒരാളേ ഉള്ളൂ, പക്ഷേ സൈന്യങ്ങൾ വളരെയേറെ ഉണ്ടായിരുന്നു.
അങ്ങനെ രാജാവ് കുതിരയുടെ പുറത്ത് പോകുമ്പോൾ ആ കുതിര ഒരു വലിയ കുന്നിൻ്റെ, അതായത് ചെങ്കുത്തായ പാറയാണ്, വലിയൊരു പാറ, ചെങ്കുത്തായ പാറയുടെ അവിടെ വന്ന് കുതിര അങ്ങ് നിന്നു. പിന്നെ കുതിരയ്ക്ക് പോകാൻ പറ്റത്തില്ല, അപ്പുറത്തോട്ട് കടക്കണമെങ്കിൽ വലിയ ആ കുത്തനെയുള്ള ഇറക്കമാണ്, വളരെ അപകടമുണ്ടാകുന്ന ഒരു ഘട്ടമാണ്. അവിടെ വന്ന് നിന്നു. രാജാവ് ആകെ ക്ഷണനായി. അങ്ങനെ നിൽക്കുന്ന സമയം അദ്ദേഹം വിചാരിച്ചു, ഇത് വളരെ ഒരു പ്രതിസന്ധി ഘട്ടമാണ്, ഈ സമയത്ത് ഈ സന്ദേശം തുറന്നു നോക്കാം എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അതെന്താണെന്ന് നോക്കാം എന്ന് കരുതി ആ മോതിരത്തിൻ്റെ അടിയിൽ നിന്ന് ആ കടലാസ് കഷ്ണം എടുത്ത് വായിച്ചു നോക്കി. അപ്പോൾ അതിലെഴുതിയിരിക്കുന്ന സന്ദേശം കണ്ടപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഒരു എവിടെ നിന്നില്ലാതെ ഒരു ശക്തിയും മനസ്സിനൊരു ശാന്തതയും, വളരെ പരിഭ്രമിച്ച് നിൽക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പം തന്നെ ആ സൈന്യങ്ങൾ വന്ന് പിടിച്ചു കെട്ടിക്കൊണ്ടുപോകും, താൻ തോറ്റിരിക്കുന്നു, തൻ്റെ പ്രജകളെയൊക്കെ ഇനി എങ്ങനെ രക്ഷിക്കും, തൻ്റെ രാജ്യം അന്യാധീനപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ഓർത്ത് വിഷമിച്ച് നിന്ന ആ സന്ദർഭത്തിൽ ഇത് വായിച്ചതും അദ്ദേഹത്തിൻ്റെ മനസ്സിന് വളരെ ശാന്തതയും ഉന്മേഷവും ഒരു ഊർജവും ഒക്കെ ഉണ്ടായി. അദ്ദേഹം അപ്പം തന്നെ ആ എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്ത് വിഷമിച്ചിരുന്നതല്ലേ, അപ്പോഴാണ് ആ ശബ്ദം കേട്ടത്. ദൂരെ തൻ്റെ ആ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ തൻ്റെ കൂടെ വന്ന ഭടന്മാരുടെ ആ ശബ്ദം അകന്നകന്നകന്നു പോകുന്നതായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. താൻ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ആ കുതിര കുളമ്പടികൾ അകന്നകന്നു പോവുകയാണ്. ഇങ്ങോട്ടേക്ക് വരുന്നെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ എങ്ങനെ പോകും, താൻ തിരിച്ചു പോകുക സൈന്യങ്ങൾ തന്നെ പിടിക്കുമെന്നുള്ള ഭയത്തിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ആ സൈന്യങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു, അവരെ വളരെ അകലെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു, ആ കുതിരക്കുളമ്പടികൾ അകന്നകന്നകന്ന് പോവുകയാണ്, അതുകൊണ്ട് അവർ വഴിതെറ്റി മടങ്ങിപ്പോയിരിക്കുകയാണ്, അതുകൊണ്ട് തനിക്ക് തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോകാം എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ആ സന്ദേശം വായിച്ച സന്ദേശം എന്താണെന്ന് അറിയണ്ടേ. ഇതും കടന്നു പോകും. ചെറിയ വാക്യം 3 വാക്യമേ ആകാവുള്ളെന്നല്ലേ പറഞ്ഞത്. ആ സന്ദേശം ഇതാണ്, ഇതും കടന്നു പോകും. അപ്പോൾ മനസ്സിലായി താനിതാ രക്ഷപ്പെട്ടിരിക്കുന്നു, തൻ്റെ ഈ നിമിഷവും കടന്നു പോകുമെന്ന് എഴുതിയിരിക്കുകയാണ്. തനിക്കിങ്ങനെ ഒരു അപകടം ഉണ്ടായി, പക്ഷേ ഇത് കടന്നു പോകും എന്ന് എഴുതിയിരിക്കുന്നു. അത് വായിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്ര ഊർജ്ജവും ശക്തിയും കിട്ടുന്നത്. ഇനി തനിക്ക് അപകടമൊന്നും ഉണ്ടാകാൻ വഴിയില്ല, താൻ ഇവിടെ രക്ഷപ്പെട്ടിരിക്കുന്നു, അവർ വഴിതെറ്റി പോയിരിക്കുന്നു, അതുകൊണ്ടാണ് താൻ ഇവിടെ രക്ഷപ്പെട്ട് നിൽക്കുകയാണ് എന്നുള്ള ആ ശക്തിയും ഊർജ്ജവും ഒക്കെ അദ്ദേഹത്തിന് വന്നത്. അങ്ങനെ ആ നിമിഷവും കടന്നുപോയി അല്ലേ, ഇതും കടന്നു പോകും എന്നുള്ള സന്ദേശം. അദ്ദേഹം വളരെ സന്തോഷത്തോടെ കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തി. രാജാവിൻ്റെ വരവോ ജനങ്ങൾക്ക് വളരെ സന്തോഷമായി. തങ്ങളെ ഏറെ സ്നേഹിക്കുന്ന ആ രാജാവ് മടങ്ങിയെത്തിയപ്പോൾ ജനങ്ങൾ വളരെയേറെ ആഹ്ലാദിച്ചു. അവർ രാജാവിന് വലിയൊരു വരവേൽപ്പാണ് നൽകിയത്. കൊട്ടും പാട്ടും വാദ്യമേളങ്ങളും ഒക്കെ ആയിട്ട് വലിയൊരു വരവേൽപ്പ്. രാജാവോ ഇതിൽ പരം സന്തോഷിക്കാനില്ല. തൻ്റെ സൈന്യങ്ങളെയൊക്കെ തോൽപ്പിച്ച് താൻ വന്നിരിക്കുന്ന പോലെയാണ്, താൻ രക്ഷപ്പെട്ടു, തൻ്റെ പ്രജകളെയൊക്കെ എനിക്ക് ഇനിയും കാണാൻ സാധിക്കുമെന്ന് പോലും വിചാരിച്ചില്ല, അവരെയൊക്കെ ഇതാ കണ്ടു, തൻ്റെ രാജ്യം തനിക്ക് നഷ്ടപ്പെട്ടില്ല എന്നർത്ഥമുള്ള സന്തോഷത്തിൽ രാജാവ് മതിയായി സന്തോഷിച്ചു. അവരുടെ ആഹ്ലാദത്തിൽ രാജാവും പങ്കുചേർന്നു. അങ്ങനെ ആ ആഘോഷം നടന്നുകൊണ്ടിരിക്കുമ്പോഴേ രാജാവിൻ്റെ ആ പഴയ ആ പരിചാരകൻ വന്നു. രാജാവ് ബഹുമാനത്തോടെ തൻ്റെ ആ പരിചാരകനെയും തൻ്റെ പരിചാരകൻ ഇത് നൽകിയ ആ യോഗിയെയും ഒക്കെ മനസ്സാ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ മടങ്ങിയെത്തിയ സന്തോഷത്തിൽ ഇവരെയൊക്കെ ആഘോഷിക്കുകയാണ്. ഉടനെ രാജാവിനോട് ആ ഭൃത്യൻ പറഞ്ഞു, ഇതും കടന്നു പോകും എന്ന്. അപ്പം രാജാവ് പറഞ്ഞു, ഇനി എന്താ, ഞാൻ ജയിച്ചില്ലേ, തിരിച്ചു വന്നില്ലേ, പ്രജകളൊക്കെ എന്നെ കണ്ട ആ സന്തോഷത്തിന് ആഘോഷിക്കുകയാണ്, ഇനി ഇത് ഓർത്ത് എന്തിനാണ് വിഷമിക്കുന്നത്, ഇപ്പം സന്തോഷിക്കുകയല്ലേ വേണ്ടത്, ഇതും കടന്നു പോകുമെന്ന് പറഞ്ഞ് അങ്ങ് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ എത്തിയില്ലേ. ഉടനെ പറഞ്ഞു, ഈ സന്ദേശം ദുഃഖം ഉള്ളപ്പോൾ മാത്രമല്ല സന്തോഷമുള്ളപ്പോഴും ഈ സന്ദേശം നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങ് സന്തോഷിക്കുമ്പോഴും ഈ സന്ദേശം ഓർത്തു പോകണം, അങ്ങതെടുത്ത് വായിച്ചു നോക്കിക്കേ ഒന്നുകൂടെ എന്ന് പറഞ്ഞു. വേഗം രാജാവ് ആ സന്ദേശം ഒന്നുകൂടി വായിച്ചു, ഇതും കടന്നു പോകും. അപ്പം രാജാവിന് മനസ്സിലായി ആ ഭൃത്യൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഈ സന്തോഷവും പെട്ടെന്ന് മാറിയേക്കാം, വീണ്ടും ഒരു ദുരന്തമുണ്ടാകാം, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, അതുകൊണ്ട് അമിതമായി സന്തോഷിക്കേണ്ട, നമ്മൾ തനിക്ക് വന്നു ചേർന്ന അപകടത്തെ തരണം ചെയ്ത് ഇവിടെ എത്തിച്ചേർന്നു, അതിൽ അമിതമായി ആഹ്ലാദിക്കേണ്ട, എല്ലാ നിമിഷവും നമുക്ക് വളരെ വിലപ്പെട്ടതാണ്, ഇതും ഒരുപക്ഷെ നമ്മൾക്ക് കടന്നു പോയേക്കാം എന്നുള്ള ഒരറിവാണ് കടന്നു വന്നിരിക്കുന്നത് എന്ന് രാജാവിന് മനസ്സിലായി.
അദ്ദേഹം തൻ്റെ ഭൃത്യനെ വണങ്ങി. ശരിയാണ്, തൻ്റെ ഉത്തരവാദിത്വങ്ങളിലേക്ക് മടങ്ങിപ്പോകണം, തൻ്റെ രാജ്യത്തിൻ്റെ ശക്തി ബലപ്പെടുത്തണം, ഇനിയും ശത്രുക്കൾ വന്ന് ആക്രമിക്കാതിരിക്കാനായിട്ടുള്ള മുൻകരുതലെടുക്കണം എന്നുള്ള ഒരു സൂചനയാണ് തൻ്റെ ഭൃത്യൻ പറഞ്ഞത്. ഈ ആഹ്ലാദങ്ങളും ഒരു നിമിഷം മതി നഷ്ടപ്പെട്ടു പോകാൻ. അതുകൊണ്ടാണ് തൻ്റെ ഭൃത്യൻ അങ്ങനെ പറഞ്ഞിരിക്കുന്ന ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് രാജാവിന് തോന്നി. രാജാവ് ആ ഭൃത്യനെ വളരെയേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. തനിക്ക് കിട്ടിയ ഈ അറിവ് ഒരു വലിയ ഗുണപാഠം തന്നെയാണ് എന്ന് മനസ്സിലാക്കി രാജാവ് അതിനനുസരിച്ച് നീങ്ങി. ഇതാണ് ഈ ഗുണപാഠ കഥ. ഇതാണ് ഇതിൻ്റെ അകത്തെ ഗുണപാഠം. ഈ കഥയിലെ ഗുണപാഠം ഇതാണ്. നമുക്കത് നമ്മൾ അമിതമായി ആഹ്ലാദിക്കേണ്ട. ആഹ്ലാദിക്കുമ്പോഴും സന്തോഷിക്കുമ്പോഴും നമുക്ക് മനസ്സിലുണ്ടാകണം, നമ്മൾക്ക് കഴിഞ്ഞ ഒരു വലിയ ആപൽഘട്ടത്തിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെട്ടു വന്നിരിക്കുന്നത്. ഇനിയും അങ്ങനെ ഒരു അവസരം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ മുന്നേറണം. നമ്മൾ അതിനായിട്ടുള്ള എന്താണ് വേണ്ടതെന്ന് നമ്മൾ ചെയ്യണം എന്നുള്ള ഇതാണ്. സന്തോഷം വരും, സങ്കടവും വരും. അപ്പോൾ അതിൽ നിന്നൊക്കെ തരണം ചെയ്യാൻ നമുക്ക് പഠിക്കണം എന്നുള്ളൊരു ഗുണപാഠം ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയതെന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവരും ആദ്യമായി കാണുന്നവരെ എല്ലാ സപ്പോർട്ടും നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഒരു കഥയുമായി ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.